മച്ചാമാരെ നമസ്കാരം, ഗുഡ് മോർണിംഗ്. വിനോദണ്ണൻ, ജോസ്മോൻ, മറ്റേ കണ്ണേണ്ണനും ബിജുമോനും എല്ലാവരും നാട്ടിൽ പോയിട്ടോ. അജയണ്ണനെ എല്ലാവരും നാട്ടിൽ പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മീൻ പിടിക്കാൻ കരുതി വന്നിരിക്കുകയാണ്. അതെ, 3 പേര് നാട്ടിൽ പോയി. പാവം ഇപ്പൊ എന്തിനാ എന്തോ. അപ്പോ നമുക്ക് നേരെ പോയാലോ? എവിടെ പോയാലേ? നമ്മള് ലൊക്കേഷനൊക്കെ അറിയാലോ. ഞാനേ ഇന്ന് നമ്മളെ ലൊക്കേഷൻ പിന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം കേട്ടോ. താല്പര്യമുള്ള മച്ചാന്മാരൊക്കെ ഒന്ന് മീൻ പിടുത്തു. ഇവിടെ നല്ല മീൻ കിട്ടുന്ന ഇറയാണ്. അപ്പോൾ നമുക്ക് ഉഷാറാവട്ടെ, അങ്ങോട്ട് പോവാം. അത്രയ്ക്ക് പിടിയാണ്. അതായിക്കോട്ടെ, നമുക്കത് എവിടെ ഇറങ്ങാം. കോട്ടയോ? നോക്ക്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ തോട്ടക്കമ്പോൾ കാണുന്നുണ്ടല്ലോ. വെള്ളത്തിൽ നിന്നല്ല ഓർഡർ ഒന്നും ഇത് എൻ്റെ പൊന്നട പോയി. ഇതെന്തുവാടെ ഇത്? ആളുകളുടെ കൂമ്പാരം. ഇതാണ് ഇന്ന് ഉത്സവമായിരിക്കും, ഉത്സവം. ഫുള്ള് ഇന്ന് ആൾക്കാർ തന്നെ കേട്ടോ. അടിപൊളി. അപ്പോൾ ജോസ്മോ നമ്മളെ പണിയായുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചൂണ്ട കേട്ടോ. സ്റ്റിക്ക് എടുത്താ? അത് മതി, അത് മതി. നമ്മുടെ ചെമ്മീന് എല്ലാ സംഭവം എടുത്താൽ ജോസ്മോൻ പണി സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താ ഒരുമിച്ച് ഒരേ ഡ്രസ് ഇട്ട് വന്നത്? അതെ, നീയും അങ്ങേരി ഒരേ യൂണിഫോം പോലെ ഉണ്ട്. ജോസ്മോനും ചൂണ്ടയിട്ടു. വിനോദണ്ണൻ എന്താ ദൈവത്തിനേക്ക് വിളിച്ച് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. മച്ചാമാരെ, ജോസ്മോന് ആദ്യം മീനടിച്ച് കയറി വന്ന ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. ഏത് മീൻ പെട്ടിയല്ലേ? ഓ, ഞാൻ ഇടാൻ പോണു. ഇനി മീൻ കിട്ടിയല്ലോ. മച്ചാന്മാരെ, ഇപ്പം എൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ തുടുത്തി കിടക്കുകയാണേ. ആട്ടെ, ഈ സാധനം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം പോക്കുകയാണ് കേട്ടോ. വല്ലാത്ത ജാതി ഐറ്റം. പണ്ടാരടങ്ങാനായിട്ട് കണ്ടോ? ഇവനാണ് സാധനം. ഈ സൂന ഉണ്ടെങ്കിൽ പോക്കാം. എന്താ അല്ലേ, നമ്മൾ ഒരു ദിവസം പോയി കിട്ടി. ഓക്കെ, ഈ സാധനത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെ ഇര കൊരുത്തിട്ട് കടലിൽ വീഴുന്നതിന് മുമ്പ് തന്നെ ഇവൻ കയറി കൊത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റ് മീനുകളൊന്നും പിടിക്കാനുള്ള സമയം കിട്ടില്ല. കാരണം ചൂണ്ടയിൽ തീറ്റ ഉണ്ടെങ്കിലല്ലേ മറ്റ് മീനുകൾ കിട്ടുള്ളൂ. ഇതാണ് അവസ്ഥ. മച്ചന്മാരെ, നമ്മളിപ്പോഴേ ജോസ്മോനെ നിർത്തറ പറയട്ടെ. നമ്മൾ ദരിയിൽ നിന്ന് ഇങ്ങി പോകുന്നത് കേട്ടോ. ദരിയിൽ നിന്ന് ഇങ്ങി പോകുന്നത് നമ്മൾ തുർക്കിയല്ലോ. ഈ ഒരു സ്പോട്ടാണ്. ഇവിടെ നിന്ന് നല്ല മീൻ കിട്ടുമെങ്കിൽ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കുക കേട്ടോ. അല്ല, അത് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് നോക്കട്ടെ. വിനോദണ്ണനെ വലിച്ചു പറക്കി കിടക്കണം. എന്തരാവോ എന്താ വിനോദണ്ണ? ജോസ്മോനെ, കൊള്ളാടാ. Yes. Yay! മതിടാ പടയിൽ നിർത്തറ. എൻ്റെ ജീവിതം അച്ഛന്മാരെ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ വിനോദണ്ണൻ്റെ കയാക്കുസ.
അങ്ങനെ കയാക്കുസ മീനും എങ്ങനെയും പിടിക്കുക, അതിന് ഇളക്കിയെടുക്കണല്ലേ ചടങ്ങ്. കണ്ടാ, ഇവനാണ് ഐറ്റം. ജോസ്മോൻ ചെറുതാണ, കുഴപ്പമില്ല. നിങ്ങളെ ബാക്കി വലുത് കിടക്കയില്ലേ? അച്ഛന്മാരെ കണ്ടോ, ഒരു നല്ലൊരു വലിയ മീൻ. ഇതെങ്ങനെ ചത്ത് എന്നൊന്നും അറിയില്ല, സംഭവം കടൽ വെള്ളത്തിൽ കൂടെ വന്നതാണ് കേട്ടോ. ചാടി ജമ്പ് ചെയ്ത് വരുവാണല്ലോ. ഇതിനൊന്നും പോരുത്, അടിപൊളി സാധനം. മറ്റേ അരിമീൻ, മറ്റത് അരിയായാലും ശരി. പോരുതേ, എന്തൊരു മീനെണ്ണ. അയ്യോ അയ്യോ, ഇത്രയും വലുത് എനിക്ക് കിട്ടിയിട്ടില്ല. കൊള്ളാം, കൈ നോക്കിക്കോ. പിടി പിടി പിടി. ആ വെയിലായിട്ട് സ്ക്രീനൊന്നും കാണാൻ പറ്റില്ല. വിനോദം തന്നെ കിട്ടിയാ? അത് കൊള്ളാം കേട്ടോ. കൊണ്ടുപോയി. അടങ്ങ് മീനെ, അടങ്ങ് മീനെ. മച്ചന്മാരെ, ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അങ്ങ് വിട്ടോ ചൂണ്ടേന്ന് ഒരു പോയത്. ആ കൊള്ളാടേ. ഹെലികോപ്റ്റർ. അയ്യ, ലാൻഡ് ചെയ്യ പേര്. Okay, my dear boys. അത് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴെങ്ങനെ നട എവിടെ? ആ പിടിച്ച് കുട്ടക്കത്ര മോനെ. പടച്ചടിച്ച് പറഞ്ഞ വരവേണ്ടാ.
ചെറിയ മീനല്ലേ? അങ്ങോട്ട് നോക്കടാ, ചാട നോക്കടാ. എന്തരാണെന്ന് അതിന് തന്നെ അറിയാം. അയ്യോ ഇതെന്തൊരു മീനെണ്ണാ? നാണമാകുന്നു മേലി നോവുന്നു എൻ്റെ ചുണ്ട നിന്റെ കയറിയപ്പോ. ആഹാ വിനോദണ്ണ തകർക്കണല്ലോ. ആ പോയി വലിച്ചു കയറ്റി വിനോദണ്ണ. ജോസ്മോൻ പോയാ? വിനോദണ്ണന് കിട്ടിയാ? ആ കൊള്ളാല്ല. എനിക്കും കിട്ടി. ചൂണ്ടയിൽ പിടിച്ചു കിടന്നറേ. വാടാ വാടാ വാടാ. കൊള്ളാടായി, അടിപൊളി സാധനോടായി. അയ്യോ ചൂണ്ട കെട്ടിട്ടുണ്ടായി. ചൂണ്ട കെട്ടിടല്ലേ മീനെ. കണ്ടിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും പകവായി. പിന്നെ ഇപ്പോൾ ലൈക്കും ഒക്കെ കുറവാണ് മച്ചാന്മാരെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫിഷിങ്. ലൈക്ക് ചെയ്യണേ അല്ലേ? നിങ്ങളെ പോണ പോക്കിൽ ഒരു ലൈക്ക് വേറെ ഒരു നഷ്ടവും വരില്ല അല്ലേ? ഒന്നും അല്ലെങ്കിലും ഈ കട്ടപ്പുറത്തുള്ള ചൂടത്ത് കിടന്ന് ചെയ്യല്ലേ. നിങ്ങൾ ഓരോ ലൈക്കും നമുക്ക് ഓരോ കൂളാണ്. അപ്പോൾ ഉഷാറാണല്ലോ, ഒരു ബൂസ്റ്റ് ആയിക്കൂടുന്നേ, അടിച്ച് വിടി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.